ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. പഴയന്നൂരിൽ മില്ലുടമകൾ താങ്ങുവില നിഷേധിക്കുന്നതിനെ തുടർന്ന് നെൽകർഷകർ ദുരിതത്തിൽ. കൊയ്തെടുത്ത ടൺ കണക്കിന് നെല്ല് സംഭരിക്കാതെ മൈതാനങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. പഴയന്നൂർ കല്ലേപ്പാടം ചന്തപ്പുര പാടശേഖരത്തിലെ നെൽകർഷകർ മില്ലുടമകളുടെ ചൂഷണത്തിൽ ദുരിതത്തിലാകുന്നു. സർക്കാർ ഉറപ്പു നൽകിയ താങ്ങുവില നൽകാതെ മില്ലുടമകൾ സംഭരണം വൈകിപ്പിക്കുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് 10 ദിവസമായിട്ടും നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് 150 ഏക്കറിലധികം വരുന്ന പാടശേഖരത്തെ ടൺ കണക്കിന് നെല്ല് മൈതാനങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും ചാക്കിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. നെല്ലിന്റെ തൂക്കത്തിൽ 5% കുറവ് വരുത്തുമെന്ന മില്ലുടമകളുടെ വിചിത്രവാദമാണ് സംഭരണം പ്രതിസന്ധിയിലാക്കിയത്. വേനൽ മഴ പെയ്ത ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുമെന്ന ഭീതിയിലാണ് കർഷകർ. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കൃത്യമായ വില ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി PVK ബാലകൃഷ്ണൻ നായരും മറ്റ് കർഷകരും ആവശ്യപ്പെട്ടു. കല്ലേപ്പാടം ചന്തോക്കര പാടശേഖരത്തിൽ കൊയ്തിട്ടുള്ള നെല്ലാണ് ഈ കിടക്കുന്നത്. ഇത് കർഷകർ കൊയ്ത് കൊണ്ടുവന്നിട്ട് എല്ലാം ഉണക്കി മെഷീനിൽ കാറ്റത്തിട്ട് വൃത്തിയാക്കിയിട്ട് ചാക്കിലാക്കിയിട്ടുള്ള നെല്ലാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഏജൻറ്റ് വന്നിട്ട് സപ്ലൈ അയക്കാനാണെന്ന് പറഞ്ഞിട്ട് സാമ്പിൾ എടുത്തിട്ട് പോയി. ഈ സാമ്പിൾ എടുത്തിട്ട് പോയതിന് ശേഷം വന്നിട്ട് പറയുന്നതാണ് 5% നെല്ല് ഇവിടെ കുറയ്ക്കുന്നതാണ് പറയുന്നത്. 5% കുറയ്ക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഈ നെല്ലിന് എന്താണ് 5%? മകരമാസത്തിൻ്റെ കൊയ്ത്തിൽ 1% പോലും കുറയ്ക്കാറില്ല ഇവിടെ. കന്നിമാസത്തിലാണ് എന്തെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാകെ ദുരിതത്തിലാണ് ഇവിടെ. ഇത്രയും പൈസ ഇറക്കിയിട്ട് ഞങ്ങൾ ഈ സാധനം കൊയ്ത്ത് കയറി ഇവിടെ കൊണ്ടുവന്നിട്ടതിന് ശേഷം ഞങ്ങൾക്ക് മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം സൂക്ഷിക്കാൻ ഇവിടെ ആർക്കും സ്ഥലമില്ല. കംപ്ലീറ്റ് ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് നെല്ല് കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ ഭയങ്കരമായിട്ട് മഴ കോളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കുറച്ച് ടാർപ്പായൊക്കെ ഇട്ടിട്ടൊക്കെ മൂടി ഒരു 2 ദിവസം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്കിവിടെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മഴ വരുമ്പോൾ ഞങ്ങൾ ഈ കൊയ്തിട്ടുള്ള നെല്ല് കംപ്ലീറ്റ് വെള്ളത്തിൽ പോകും, പാടത്തേക്കിനെ ഒലിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടം വരും. അപ്പോൾ അത് ശതമാനം കുറയ്ക്കാതെ തന്നെ എടുക്കാനുള്ള ഒരു സംവിധാനം സപ്ലൈ ഒക്കെ പാടി ചെയ്തു തരണം. CCV ന്യൂസ്, പഴയന്നൂർ.